ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം ആകാശമിട്ടായി കൈതത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ H രൂപേഷ് മുഖ്യാതിഥിയായി. പുന്നപ്ര ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ കലാ കൗതുക സാംസ്കാരിക സദസ്സും തുടർന്ന് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ICDS ഹരിപ്പാട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല ഭിന്നശേഷി കലാമേള ശലഭക്കൂട്ടം 2023-24 സംഘടിപ്പിച്ചു. മണ്ണാറശ്ശേര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു അധ്യക്ഷത വഹിച്ചു. 2047 ആകുമ്പോഴേക്കും എല്ലാ മനുഷ്യർക്കും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് ആദ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക സേവന വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ MG ജയശ്രീ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ വികസനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സംഘടിപ്പിച്ചിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ യാത്ര ഹരിപ്പാട് കുമാരപുരം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കർഷകരില്ലാതെ ജീവിതമില്ലാത്തതിനാൽ അവരുടെ ക്ഷേമം ഉറപ്പാക്കും. മഹിളാ ശാക്തീകരണത്തിനു വേണ്ടിയും കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടിയും സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കുവാനും പുതുതലമുറയുടെ ഭാവി ജീവിതം സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് MG ജയശ്വരി പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോട്ടയം മേഖല ഡെപ്യൂട്ടി ജനറൽ മാനേജർ J ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. SBI മാവേലിക്കര റീജിയണൽ മാനേജർ ശ്രീലേഖ, ലീഡ് ബാങ്ക് മാനേജർ അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. 1200 ജനസുരക്ഷാ ഫോമുകൾ ലീഡ് ബാങ്ക് മാനേജർക്ക് കൈമാറി. വിവിധ കേന്ദ്ര പദ്ധതി പ്രകാരം വായ്പകളും വിതരണം ചെയ്തു. 10 പേർക്ക് PM ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകളും നൽകി. മെഡിക്കൽ ക്യാമ്പും പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും ഇതോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും നടത്തി. രണ്ടാം കുട്ടനാട് പാക്കേജിൻ്റെ കീഴിൽ 75 പ്രവൃത്തികൾക്കായി 100 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. പാടശേഖരങ്ങളുടെ നവീകരണത്തിനും പുറംബണ്ടകൾ ബലപ്പെടുത്തുവാനും മറ്റുമാണ് പദ്ധതി തുക വിനിയോഗിക്കുക. ബൈപ്പാസ് ചാലുകളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കി കൃഷിക്ക് സഹായകരമാക്കുവാനുള്ള പ്രവർത്തനവും നടത്തും. കർഷകരുടെ ഏറെ നാളായുള്ള ആവശ്യങ്ങളിലൊന്നായിരുന്നു പാടശേഖരങ്ങളുടെയും പുറംബണ്ടങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. പ്രായത്തിൻ്റെ പ്രയാസങ്ങളെ തോൽപ്പിച്ച് 93കാരൻ പത്മനാഭപിള്ളയും 92കാരി ഗൗരിയമ്മയും 4ാം ക്ലാസ് വിജയിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ 2023 ഒക്ടോബർ 28 നടത്തിയ പരീക്ഷയിലാണ് ഇരുവരും ജയിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കളാണ് ഇവർ. തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ വടക്കേവെളിയിൽ വീട്ടിൽ പത്മനാഭപിള്ളയും ഭാര്യ ഗൗരിയമ്മയും കഴിഞ്ഞ വർഷമാണ് സാക്ഷരതാ പരീക്ഷ ജയിച്ചത്. തുടർന്ന് 4ാം തരം തുല്യത കോഴ്സിൽ ചേർന്നു. സാക്ഷരതാ പ്രേരക് പുഷ്പലതയാണ് ഇവരെ കണ്ടെത്തി അക്ഷരലോകത്തേക്ക് എത്തിച്ചത്. ജില്ലയിൽ 36 സ്ത്രീകളും 57 പുരുഷന്മാരും ഉൾപ്പെടെ 95 പേരാണ് 4ാം തരം തുല്യതാ പരീക്ഷ എഴുതിയത്. 93 പേർ വിജയിച്ചു. വിജയികൾക്ക് സാക്ഷരതാ മിഷൻ നടത്തുന്ന 7ാം തരം തുല്യതാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാം. അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക തിരുനാളിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പെരുന്നാളിന് മുന്നോടിയായി മന്ത്രി P പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അർത്തുങ്കലിലെ വാച്ച് ടവറിൽ നിന്നും പള്ളിയിൽ എത്തുന്നവരെ മുഴുവൻ സമയവും നിരീക്ഷിക്കും. ബീച്ച് സൈഡിലും CCTVകൾ സ്ഥാപിക്കും. അനാവശ്യ പാർക്കിങ്ങുകൾ ഒഴിവാക്കും. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സന്നദ്ധ സേനകളെ നിയോഗിക്കും. ഇവർക്ക് വേണ്ട പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർ നൽകുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.